ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 ക്യൂരിയോസിറ്റി എന്ന സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 8th ചാപ്റ്ററാണ് മെഷർമെൻറ്റ് ഓഫ് ടൈം ആൻഡ് മോഷൻ. ഒരുപാട് നാളായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ വീഡിയോസിനെ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചാപ്റ്റർ ഇടാമെന്ന് തീരുമാനിച്ചത്. എല്ലാവരുടെയും കമൻറ്റുകൾക്ക് വളരെ അധികം നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തു തരുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണോ? സ്പോർട്സ് ചാനലൊക്കെ വാച്ച് ചെയ്യാറുണ്ടോ? ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. തന്നെ പറയുന്നത് പ്രേണയും അവളുടെ സിസ്റ്ററും കൂടെ സ്പോർട്സ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേണയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് സ്പോർട്സ് കേട്ടോ. അവള് റണ്ണിങ് ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അവൾ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയി പങ്കെടുത്ത ആളാണ്. ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ഒളിമ്പിക്സ് ഗെയിം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇങ്ങനെ ഒരേപോലെ വന്ന് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് കാണാം അല്ലേ? എങ്ങനെയായിരിക്കും കൃത്യമായിട്ട് ആ വിന്നറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? നിങ്ങളുടെ സ്പോർട്സ് ഡേയുടെ അന്നും നിങ്ങളുടെ ടീച്ചറിന്റെ കയ്യിൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനാണ്? ആ ടൈം അറിയാനായിട്ടാണ് അല്ലെ? ആരാണ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത് അവരാണ് വിന്നർ അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആ പ്രേരണയുടെയും ഡൗട്ട്. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് കണ്ടിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വാച്ച് ഉണ്ട്? ഇപ്പൊ പുതിയ ടൈപ്പ് ഓഫ് ഒരുപാട് വാച്ചുകളുണ്ട് അല്ലെ? റിസ്റ്റ് വാച്ചുകളുണ്ട്, സ്മാർട്ട് വാച്ചുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ ടൈം മൊബൈൽ ഫോണിൽ നോക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരിക്കും സമയം അറിഞ്ഞുകൊണ്ടിരുന്നത്? എങ്ങനെയായിരിക്കും പണ്ട് കാലത്ത് സമയം ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരിക്കും ടൈം നമ്മൾ അറിഞ്ഞിരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. ഹൗ വാസ് ടൈം മെഷേർഡ് വെൻ ദർ വെർ നോ ക്ലോക്സ് ആൻഡ് വാച്ചസ്? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെഷർമെന്റ് ഓഫ് ടൈം. പണ്ട് കാലത്തും എന്താണ് ആളുകൾക്ക് ഇങ്ങനെ ടൈം അറിയാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലെ? ടൈം അറിയണമെന്നുള്ളത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം കൂടെയാണല്ലോ അല്ലെ? അങ്ങനെ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ പല ഈവൻസ് നേച്ചറിലുള്ളത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അതുപോലെ നമ്മുടെ മൂണിലുള്ള ഫേസ് ചേഞ്ച് ചെയ്യുന്നു, സീസൺ ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് നമ്മുടെ നേച്ചറിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യമാണെന്ന് അവർ മനസ്സിലാക്കി അല്ലേ? അപ്പൊ അത് വെച്ചിട്ടാണ് അവർ ആദ്യം എന്ത് ചെയ്തത്? ഒരു കലണ്ടർ ഡിസൈൻ ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് ഒരു ഡേ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എ ഡേ വാസ് ഡിഫൈൻഡ് ബൈ ദ സൈക്കിൾ ഓഫ് റൈസിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് സണ്ണ്. സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അസ്തമിക്കുന്നത് വരെയുള്ളതാണ് ഒരു ഡേ എന്ന് അവരന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഡേ എന്താണെന്ന് മനസ്സിലായി. ഇനി ഡേയുടെ ഇടയിലുള്ള നമ്മുടെ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം അവരെങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? അതിനെന്താണ് അവർ ഒരുപാട് ഡിവൈസസുകൾ കണ്ടെത്തി. എന്താണ് ആ ഡിവൈസസുകളുടെ പേര്? സൺ ഡയൽ, വാട്ടർ ക്ലോക്ക്, അവർ ഗ്ലാസ് ആൻഡ് കാൻഡിൽ ക്ലോക്ക്. അപ്പൊ ഇതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ടൈം അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡിവൈസസുകൾ. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് സൺ ഡയൽ എന്ന് പറയുന്നത്? ആ പേര് പോലെ തന്നെ സണ്ണിന്റെ ലൈറ്റിനനുസരിച്ച് നമ്മുടെ ഷാഡോയിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവും അല്ലെ? പൊസിഷൻ വ്യത്യാസം ഉണ്ടാകും, സൈസ് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ടൈം കണ്ടെത്തുന്ന ഡിവൈസ് ആണ് സൺ ഡയൽ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് ദ ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ഷാഡോ ഓഫ് ആൻ ഒബ്ജെക്ട് കാസ്റ്റ് ബൈ ദ ലൈറ്റ് ഓഫ് ദ സൺ ഡ്യൂറിങ് ദ ഡേ. അടുത്തത് വാട്ടർ ക്ലോക്ക് ആണ്. വാട്ടർ ക്ലോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ഫ്ലോ അനുസരിച്ച്, ഫ്ലോ ഓഫ് വാട്ടർ ഔട്ട് ഓർ ഇൻ ടു എ വെസൽ ടു മെഷർ ടൈം. മനസ്സിലായോ? ഇത് രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർ ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് എന്താണ്? വാട്ടർ ഫ്ലോവിങ് ഔട്ട് ടൈപ്പും ഒന്ന് ഫ്ലോട്ടിംഗ് ബൗൾ ടൈപ്പും. നമുക്ക് നോക്കാം അത് എങ്ങനെയാന്ന്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ആദ്യത്തെ ടൈപ്പ്. അതിനകത്ത് നിങ്ങൾ കണ്ടോ ആ ഒരു മെയിൻ വെള്ളം എടുത്തിരിക്കുന്ന ആ ബോട്ട്, ആ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ താഴെ ഒരു പൈപ്പ് പോലെ ഒരു കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. അപ്പൊ ഓരോ മാർക്കിൽ എത്തുമ്പോഴും എന്താണ്? വെള്ളം പോയി ഓരോ മാർക്കിൽ എത്തുമ്പോൾ അത് ഓരോ ടൈമിനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പ്. ഇനി അടുത്തതാണ് ഫ്ലോട്ടിംഗ് ബൗൾ ടൈപ്പ്. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബൗളുണ്ട്. ആ ബൗളിനകത്തൊരു ഹോൾ ഉണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇതെന്താണ്? നമ്മൾ ഒരു വെള്ളത്തിന്റെ മുകളിലേക്ക് വെക്കും.
വെള്ളത്തിന് മുകളിലേക്ക് വെക്കുമ്പോൾ ഈ ഹോളിലൂടെ എന്ത് ചെയ്യും, ആ വെള്ളം ഉള്ളിലേക്ക് കയറും അല്ലെ. അങ്ങനെ ഒരു ടൈം എത്തുമ്പോൾ എന്താകും, അത് അതിലേക്ക് മുങ്ങിപ്പോകും അല്ലെ. പിന്നെ അവർ ആ വെള്ളം കളഞ്ഞ് പിന്നെയും മുകളിലേക്ക് വെക്കും. അങ്ങനെയുള്ള ആ ഒരു ടൈം അതാണ് അടുത്തൊരു വാട്ടർ ക്ലോക്കിന്റെ പ്രിൻസിപ്പിൾ അത് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് അവർ ഗ്ലാസ്. ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലെ, ചിലയിടത്തൊക്കെ ഹോം ഡെക്കർ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. എന്താണ് അവർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ, അതിനകത്ത് സാൻഡ് ആണ് അല്ലെ. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ആ സാൻഡ് വരുന്ന ആ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ടൈം മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്ലോ ഓഫ് സാൻഡ് ആണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ക്യാൻഡിൽ ക്ലോക്ക്. അതും വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ക്യാൻഡിലിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻഡിൽ കത്തുമ്പോൾ എന്താണ്, അത് ഉരുകി ഉരുകി പോകും താഴോട്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടൈം മെഷർ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? എന്തൊക്കെ മാർഗങ്ങളാണ് അല്ലെ പണ്ട് ടൈം നോക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള വാച്ചുകളൊക്കെ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത നമുക്കൊരു ഫാസിനേറ്റിംഗ് ഫാക്ട് നോക്കാം. നിങ്ങൾ ഇത് ഈ പിക്ചറിൽ കാണുന്ന ഈ സംഭവം എന്താണെന്നറിയാമോ? ഇതാണ് വേൾഡ് ലാർജസ്റ്റ് സ്റ്റോൺ സൺ ഡയൽ. നമ്മളിപ്പോൾ സൺ ഡയൽ പഠിച്ചില്ലേ, എന്താണ് പേര്? സാമ്രത് യന്ത്ര. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് 300 വർഷങ്ങൾക്ക് മുമ്പ് ജന്തർ മന്ദറിലാണ്, ഇൻ ജയ്പൂർ, രാജസ്ഥാൻ. ഓക്കെ, എന്താണ് ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ? ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അവിടെ ധാരാളം ഇതുപോലെയുള്ള സെവറൽ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സമൃദ്ധ യന്ത്ര എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോൺ സൺഡയലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഹൈറ്റ് 27 മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അതെന്താണ് സൺഡയൽ എന്ന് പറയുന്നത്? നമ്മുടെ ഷാഡോ വെച്ചിട്ട് ടൈം നോക്കുന്നതാണ് അല്ലെ. ഒരു വലിയ ക്ലോക്ക് ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അപ്പൊ ഇതിന് ഇവിടെ എന്താണ് നോക്കുന്നത്? ഇവിടെ ആ ഒരു സണ്ണിന്റെ ഷാഡോ അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 മില്ലിമീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ഷാഡോ, അത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഫൈൻ ആയിട്ടുള്ള ടൈം വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് എനി സൺ ഡയൽ ഇറ്റ് മെഷേഴ്സ് ലോക്കൽ ഓർ സോളാർ ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലോട്ട് മാറ്റണമെങ്കിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അതിന്റെ പേര്. വേൾഡ് ലാർജസ്റ്റ് സ്റ്റോൺ സൺ ഡയൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ. ഇനി നമുക്കൊരു സിമ്പിൾ വാട്ടർ ക്ലോക്ക് ഉണ്ടാക്കാം. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ഞാൻ ഒരു ചാപ്റ്റർ മൊത്തത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വാട്ടർ എന്താണ്, വാട്ടർ ക്ലോക്ക് എന്ന് മനസ്സിലാകുമല്ലോ. ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ എന്താണ് ഇതിന് വേണ്ടത്? ഇതിന് വേണ്ടത് ഒരു ബോട്ടിലാണ്. നമ്മളൊക്കെ വെള്ളമൊക്കെ മേടിക്കുന്ന ബോട്ടിൽ എടുത്താലും മതി. ഒരു 1/2 ലിറ്ററിൻ്റെ, ഒരു അതിലും വലുതായാലും കുഴപ്പമില്ല. പിന്നെ എന്താണ് വേണ്ടത്? നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചു വെക്കാം. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തിരിച്ചു വെക്കുക. എന്നിട്ട് ഇതിന് ക്യാപ്പ് ഉണ്ടാവണം കേട്ടോ. അപ്പൊ ആ ക്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഹോൾ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളം അതിന്റെ ഈ മുകളിലേക്ക് ഒഴിക്കണം. അപ്പൊ വെള്ളത്തിന് ജസ്റ്റ് എന്തെങ്കിലും ഒരു കളർ കൊടുത്താൽ നമുക്ക് അത് പോകുന്ന ആ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ക്ലിയർ ആയോ? എന്നിട്ട് നിങ്ങൾ വാച്ച് എടുക്കുക. എന്നിട്ട് ഓരോ വെള്ളം ഇങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ അവിടെ ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കുക. അടുത്ത 1 മിനിറ്റ് ആകുമ്പോൾ അവിടെ മാർക്കിംഗ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആണ്, ഓരോ മിനിറ്റിനും ഓരോ മാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്? ആ വെള്ളം മുഴുവനും മാറ്റിയിട്ട് നമ്മൾ ആദ്യം തൊട്ട് വെള്ളം മുകളിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വാച്ചിന്റെ ആവശ്യമില്ല അല്ലെ. നമുക്ക് ആ ഓരോ മാർക്കിങ്ങിലും ആ വെള്ളം എത്തുമ്പം അത് ഓരോ മിനിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഒരു വാട്ടർ ക്ലോക്ക് ഉണ്ടാക്കേണ്ടത്. വളരെ എളുപ്പമല്ലേ? പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോഴും കറക്റ്റായിട്ട് നിഴൽ നോക്കി സമയം പറയാറുണ്ട് കേട്ടോ. കറക്റ്റ് ആയിരിക്കും അവർ പറയുന്നത്. ഈ ഫാസിനേറ്റിംഗ് ഫാക്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വളരെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയേ. ഇനി എന്താണ്, നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ ഒക്കെ വളരെ ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നപ്പോൾ പീപ്പിളിന് എന്താണ്, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വന്നു അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ടൈം എന്ന് പറയുന്നത്, ടൈം മെഷർമെന്റ് വളരെ ക്രിട്ടിക്കൽ ആണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ കൂടുതലും നല്ല പുതിയ പുതിയ ഡിവൈസസുകൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒരു 14th സെഞ്ചുറി ആയപ്പം വെയ്റ്റ്സും ഗിയറും സ്പ്രിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ മെക്കാനിക്കൽ ഡിവൈസ് കണ്ടുപിടിച്ചു. മനസ്സിലായോ? ടൈം നോക്കാൻ വേണ്ടി. അല്ല നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ വാട്ടർ ക്ലോക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ 17th സെഞ്ചുറി ആയപ്പോൾ പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചു. ഇതൊരു വളരെ വലിയ ഇൻവെൻഷൻ ആയിരുന്നു, ഒരു മേജർ ബ്രേക്ക് ത്രൂ ആയിരുന്നു നമുക്ക് പറയാം. അതുപോലെയുള്ള ഒന്നാണ് ഈ ഒരു
17th സെഞ്ചുറിയിൽ കണ്ടുപിടിച്ച പെൻഡുലം ക്ലോക്ക്. കണ്ടോ? അപ്പൊ എന്താണ് ഈ പെൻഡുലം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് പെൻഡുലം എന്ന് പറയുന്നത്? നിങ്ങളൊരു കയറിന്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആട്ടി നോക്കുക, ഇങ്ങനെ സ്വിങ് ചെയ്ത് നോക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഈ പെൻഡുലം എന്ന് പറയുന്നത്. കണ്ടോ? ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന ആ ഒന്നാണ് പെൻഡുലം. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഇത് കണ്ടുപിടിച്ചത് ആരാന്ന് അറിയണ്ടേ? ഈ പെൻഡുലം ക്ലോക്ക് ക്രിസ്റ്റ്യൻ ഹ്യൂജൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം 1656 അദ്ദേഹം ഇത് ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹത്തിന് അതിന്റെ പേറ്റന്റ് 1657 തന്നെ കിട്ടി. അപ്പൊ ഈ എന്ത് ആണ് അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആയെന്ന് നമുക്ക് നോക്കാം. എന്താണ്? നമ്മുടെ ഗലീലിയോ ഗലീലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പെൻഡുലം ഇൻവെസ്റ്റിഗേഷനിൽ നിന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ വഴിയാണ് അദ്ദേഹം ഈ ഒരു പെൻഡുലം ക്ലോക്കിൽ എത്തിയത്. ഇനി എന്താണ് ഗലീലിയോ ഗലീലിയുടെ ആ ഒരു പെൻഡുലം ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് നോക്കാം. ഗലീലിയോ ഒരിക്കല് ഒരു ചർച്ചിലിരിക്കുമായിരുന്നേ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ലാമ്പ് ഇങ്ങനെ, പണ്ട് കാലത്തുണ്ടല്ലോ ലാമ്പ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെ ലാമ്പ് ഒരു സീലിംഗിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ അതിങ്ങനെ സ്വിങ് ചെയ്യാണ്, അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റിൽ മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ സ്വിങ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി ഇതിന്റെ ടൈം ഒന്ന് നോക്കണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പൾസ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ പൾസ് ഉണ്ടല്ലോ, ആ പൾസ് ഉപയോഗിച്ച് അദ്ദേഹം അതിന്റെ ടൈം മെഷർ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഗലീലിയോ ഫൗണ്ട് ദാറ്റ് ദ ലാമ്പ് ടുക്ക് ദ സെയിം ടൈം ഫോർ ഈച്ച് സ്വിങ്. ഓരോ സ്വിങ്ങിലും എടുത്ത ടൈം എന്താണ്? സെയിം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഡിഫറെന്റ് പെൻഡുലംസ് എടുത്തു, അതായത് അതിന്റെ ലെങ്ത് കൂട്ടി പല ടൈപ്പ് ഓഫ് പെൻഡുലം എടുത്തു. എന്നിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഓസിലേഷൻ എടുക്കാൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇതൊരു പെൻഡുലം ആണ്. ഈ പെൻഡുലം ഇപ്പൊ ഒരു പെൻഡുലം ആയില്ലേ, ഈ പെൻഡുലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈം, അതിനാണ് 1 ഓസിലേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? സെയിം ആണ്. അതായത് ഈ ലെങ്തിൽ എടുക്കുന്നതിന് ആ സെയിം ടൈം ആയിരിക്കും. കുറച്ചുകൂടെ ഞാൻ ലെങ്ത് മാറ്റിയാൽ അതിന് വേറൊരു ടൈം ആയിരിക്കും. അതെങ്ങനെ കറക്കിയാൽ എന്തായിരിക്കും? ആ ഒരു കറക്കിയാലല്ല, ആ ഒരു 2 and 4th മോഷനിൽ പോയാലും സെയിം ടൈം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. Galileo concluded that the time taken to complete one oscillation was always same for a pendulum of a given length. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിൾ പെൻഡുലത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ഈ പെൻഡുലത്തിന്റെ ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ റെഗുലർ മോഷൻ ആ ഒരു ടെക്നിക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? അദ്ദേഹം ഒരു പെൻഡുലം ക്ലോക്ക് നമുക്ക് കിട്ടിയത്. ക്ലിയർ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് നമുക്ക് നോക്കാം. എ സിമ്പിൾ പെൻഡുലം കൺസിസ്റ്റിംഗ് ഓഫ് എ സ്മോൾ മെറ്റാലിക് ബോൾ കോൾഡ് ബോബ്. എന്താണ് അതിന് പറയുന്നത്? ബോബ് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ സസ്പെൻഡഡ് ഫ്രം എ റിജിഡ് സപ്പോർട്ടഡ് ബൈ എ ലോങ് ത്രെഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്നത് പോലെ, ഈ ഫിഗർ നോക്കിയാൽ മതി കേട്ടോ. ഈ ഫിഗറിൽ കാണുന്ന പോലെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ത്രെഡിനകത്ത്, വളരെ റിജിഡ് സപ്പോർട്ടോട് കൂടി ആ ഒരു ത്രെഡിന്റെ അറ്റത്ത് കാണുന്ന ആ ഒരു ചെറിയ ബോംബല്ല കേട്ടോ, ബോബ്. എന്താണ്? സ്മോൾ മെറ്റാലിക് ബോളിനെയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഈ പെൻഡുലത്തെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് 3 പെൻഡുലം അല്ല കേട്ടോ, ഇതിന്റെ പൊസിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പെൻഡുലം ഇങ്ങനെ കറക്റ്റ് ഒരു അനക്കവും ഇല്ലാതെ കറക്റ്റ് അതിന്റെ സെൻട്രൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് മീൻ പൊസിഷൻ. അതിന് O എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? ഇതൊരു മീൻ പൊസിഷനിലാണ്. ഇനി 2 എക്സ്ട്രീം പൊസിഷൻ ഉണ്ട് ഇതിന്, അതായത് അതിന് മാക്സിമം എത്ര മൂവ് ചെയ്യുന്നു ആ ഒരു പൊസിഷൻ ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ എക്സ്ട്രീം പൊസിഷൻ ആണ് എ എന്ന് പറയുന്നത്, അടുത്തൊരു എക്സ്ട്രീം പൊസിഷൻ ആണ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇതിന്റെ മോഷൻ, ഓസിലേഷൻ അല്ലെ, നമ്മൾ ഓസിലേഷൻ എന്ന ഓസിലേറ്ററി മോഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പെൻഡുലത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഇങ്ങനെ അതിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ്? ഓസിലേറ്ററി മോഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ മോഷൻ എപ്പോഴും ഒരു പീരിയോഡിക് ആണ്. എന്താണ് പീരിയോഡിക്? ഈ വേർഡ് ഒന്നും മറന്നു പോവല്ലേ. ഓസിലേറ്ററി മോഷൻ, ഈ മോഷൻ എന്താണ്? പെൻഡുലത്തിൻ്റെത് പീരിയോഡിക് ആണ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ ഒരു സെയിം പാത്തിലൂടെ അല്ലേ ഇത് മൂവ് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് എന്തായിരിക്കും? ഒരു കൃത്യമായ ഒരു ടൈം ഉണ്ടായിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ പീരിയോഡിക് എന്ന് പറയുന്നത്. ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാത്ത് ആഫ്റ്റർ എ ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈം.
ക്ലിയർ ആയോ? ടു റിപ്പീറ്റ് ഇറ്റ്സ് പാത്ത് ആഫ്റ്റർ എ ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈം. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ എങ്ങനെയാണ് വൺ ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓസിലേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു പെൻഡുലം ഇപ്പൊ എന്താണ് completed one oscillation when its form starting from its mean position. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു ഓസിലേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയിട്ട് അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയിട്ട് കറക്റ്റ് അതിന്റെ മീൻ പൊസിഷനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതൊരു വൺ ഓസിലേഷൻ ആണ്. ക്ലിയർ ആയോ? ഇങ്ങനെ നോക്കൂ, ഓയിൽ നിന്ന് എയിലേക്ക് പോയി, എയിൽ നിന്ന് പിന്നെയും ബിയിലേക്ക് പോയി, പിന്നെ അതിന്റെ കറക്റ്റ് മെയിൻ പൊസിഷൻ ഓയിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ അവിടെ എന്താണ്? വൺ ഓസിലേഷൻ ആയി. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷൻ, ഇപ്പോൾ എ എടുക്കുക, എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് ബിയിലേക്ക് പോയിട്ട് പിന്നീട് എന്താണ്? കറക്റ്റ് നമ്മൾ എടുത്ത ആ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? ഒരു ഓസിലേഷൻ എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എന്താണ്? ഒ എ ബി ഒ എന്ന് പറയണം, അല്ലെങ്കിൽ എന്താണ്? എ ടു ബി, ബി ടു എയിലേക്ക് വരുമ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്തിനാണ് ഇത് പറയുന്നത്? ദ ടൈം ടേക്കൺ ബൈ എ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ എന്നാണ്. നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓസിലേഷൻ കഴിയാൻ വേണ്ടി എടുത്ത ആ ഒരു ടൈമിന് നമ്മൾ പറയുന്നതാണ് ടൈം പീരീഡ് എന്ന്. മനസ്സിലായോ? ദ ടൈം ടേക്കൺ ബൈ എ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ടൈം പീരീഡ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു കറക്റ്റ് ആ ഒരു ഓസിലേഷൻ ഒക്കെ മനസ്സിലാകും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളിത് ചിലപ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, എന്താണ് നമുക്ക് വേണ്ടത്? ഒരു പീസ് ഓഫ് സ്ട്രിങ് അറൌണ്ട് 150 സെന്റിമീറ്റർ ലോങ്, അതുപോലെ തന്നെ ഒരു ഹെവി മെറ്റൽ ബോൾ, ഒരു ഹുക്കുള്ള മെറ്റൽ ബോൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ എടുത്താലും മതി, സ്റ്റോപ്പ് വാച്ച്, റൂളർ, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ബോബിനെ ആ ഒരു സ്ട്രിങ്ങുമായിട്ട് ടൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫിക്സ് ദ അതർ എൻഡ് എന്ത് ചെയ്യണം? ഒരു റിജിഡ് സപ്പോർട്ടിൽ അത് എന്ത് ചെയ്യാണ്? നമ്മൾ ഫിക്സ് ചെയ്യുക. കറക്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു സ്ട്രിങ് എടുക്കുക, ആ സ്ട്രിങ്ങിന്റെ അടിയിൽ ഒരു മെറ്റൽ ബോൾ ഉണ്ടാക്കുക, കറക്റ്റ് ആയിട്ട് അതൊരു സ്ഥലത്ത് ടൈ ചെയ്ത് വെക്കുക, ഒരു റിജിഡ് സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്? എടുത്തിരിക്കുന്ന ആ ഒരു ലെങ്ത് എത്ര ആയിരിക്കണം? 100 സെന്റിമീറ്റർ ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് എന്താണ്? നമുക്കപ്പോൾ ഒരു പെൻഡുലം റെഡിയായി അല്ലേ? പെൻഡുലം റെഡിയായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന് ഒരു സൈഡിലേക്ക്, ഈ ഒരു പെൻഡുലത്തിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുക. ആദ്യത്തെ മൂവ്മെന്റ് ഒക്കെ അങ്ങ് നടക്കട്ടെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടല്ലോ, കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഓസിലേഷൻ എടുക്കുന്നത്? ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ അതിന്റെ ആ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് രണ്ട് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയിട്ട് മെയിൻ പൊസിഷനിൽ വരുന്ന ഒരു രീതിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ രീതി നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ആ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു മെയിൻ പൊസിഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. എന്നിട്ട് 10 ഓസിലേഷൻ നിങ്ങൾ എടുക്കുക. ഈ പറഞ്ഞ രീതിയിൽ 10 ഓസിലേഷൻ എടുക്കാം. അങ്ങനെ ആ 10 ഓസിലേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക, എന്നിട്ട് ടൈം എഴുതി വെക്കുക. ക്ലിയർ ആയോ? അപ്പൊ ആ ടൈം ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ടൈം കിട്ടും. ആ ടൈം നമ്മൾ ഇവിടെ എഴുതി വെക്കുക. അടുത്ത എന്ത് ചെയ്യാണ്? പിന്നെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി 3 to 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അതിന് കിട്ടിയ ഒരു ടൈം ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആ ടൈം പീരീഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേഷൻ എടുത്ത ടൈം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ 10 ടൈംസ് അത് അങ്ങോട്ട് ഇങ്ങനെ പോയി ആ ഒരു ടൈം എടുത്തു. അപ്പൊ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താല്, മനസ്സിലായോ? ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ ബൈ 10. 10 ഓസിലേഷൻ പോയ ടൈമല്ലേ നമ്മൾ എടുത്തത്? ആ ടൈമിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഓസിലേഷന്റെ ടൈം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ടൈം ഇവിടെ എഴുതുക.
അങ്ങനെ നമുക്ക് ടൈം പീരീഡ് കിട്ടി. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ആ അത്രയും വാല്യൂസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ടൈം പീരീഡ് ഓഫ് പെൻഡുലം ഈസ് ഓൾമോസ്റ്റ് സെയിം എവറി ടൈം. എപ്പോൾ എടുത്താലും എന്താണ് ദ ടൈം പീരീഡ് എന്ന് പറയുന്നത്? എന്താണ്? എവറി ടൈം ദ പെൻഡുലത്തിന്റെ ആ ടൈം പീരീഡ് എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ദ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഈസ് ഓൾമോസ്റ്റ് ദ സെയിം എവറി ടൈം. ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത പാർട്ട് ഞാൻ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.